വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത മണ്ഡലമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ കരുതിയിരുന്ന ഒരു സ്ഥലമാണ് കുണ്ടറ, ഇടതുപക്ഷത്തിന്റെ കോട്ട. പക്ഷേ അവിടെ PC വിശ്വനാഥ് കഴിഞ്ഞ തവണ നേടിയത് അട്ടിമറി വിജയമാണ്. കുണ്ടറ കണക്ട് എന്ന പേരിൽ അതിനുശേഷം PC നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും എല്ലാം വിശ്വനാഥിന് തുണയാകും എന്നാണ് കരുതുന്നത്. SL സജികുമാറിനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാനായി ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പരീക്ഷണമാണ്. NDA നേടുന്ന വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിർണായകമാണെന്നുള്ളതാണ് കുണ്ടറയുടെ പ്രത്യേകത. ഒന്നാം പിണറായി സർക്കാരിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന J. മേഴ്സിക്കുട്ടിയമ്മയെ 4523 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ തവണ കുണ്ടറയിൽ PC വിഷ്ണുനാഥിന്റെ തേരോട്ടം. മത്സരിച്ചവരിൽ പരാജയമറിഞ്ഞ ഏക മന്ത്രിയും മേഴ്സിക്കുട്ടിയമ്മ തന്നെ. 5 വർഷത്തിനിടെ വിഷ്ണുനാഥ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് നിരവധി വികസന പദ്ധതികൾ. കുണ്ടറ കണക്ട് എന്ന പേരിൽ നടപ്പിലാക്കിയ ക്ഷേമ പരിപാടികൾ പലതും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായി. MLA എന്ന നിലയിൽ മണ്ഡലത്തിലെ മുഴുവൻ സമയ സാന്നിധ്യവും MLA ഓഫീസിന്റെ മികച്ച പ്രവർത്തനവും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയവും PC വിഷ്ണുനാഥിന് രണ്ടാം പോരാട്ടത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങളാണ്. തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഉജ്ജ്വലമായ വിജയം UDF ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ തവണ വരുമ്പോൾ ഞാനിവിടെ ഒരു പുതിയ ആളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ 5 വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ്. അവരുടെ എല്ലാം വീട്ടിലെ ഒരാളായിട്ട് 5 വർഷം കൊണ്ട് മാറാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വോട്ട് പിടുത്തം എളുപ്പമാണ്. വോട്ട് ചോദിക്കുന്നവർ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അടുപ്പമുണ്ട്. അത്രയും അടുപ്പം അവർ. കഴിഞ്ഞ തവണ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നിയോഗമാണ് LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റേത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും കോൺഗ്രസ് BJP ഡീലെന്ന ആരോപണമുയർത്തിയാണ് LDF പ്രചരണം. അദ്ദേഹം 5 വർഷക്കാലം യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. കിഫ്ബി വഴി ഉണ്ടാക്കിയ നേട്ടങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാണ്. അപ്പോൾ പ്രതിപക്ഷ MLA എന്നുള്ള പ്രശ്നമില്ല. കേരളത്തെ ഒറ്റ യൂണിറ്റായി കണ്ടാണ് ഇടതുപക്ഷം ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഭാഗമാകാൻ ഒരുപക്ഷെ നമ്മുടെ MLA കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമായി അവശേഷിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുകയാണ്. അത് ജനങ്ങളാകെ അത് ഞങ്ങൾ പറയാതെ തന്നെ ഓരോരുത്തരും വിളിച്ചു പറയുന്നൊരു കാഴ്ച കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ള പ്രത്യേകം പറയാം. 2016 20,257 വോട്ടുകൾ നേടിയ NDAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJ സ്ഥാനാർത്ഥിയിലൂടെ ലഭിച്ചത് കേവലം 6100 വോട്ടുകൾ മാത്രം. ഇത്തവണ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 33,742 എന്ന വോട്ട് കണക്കിലാണ് NDAയുടെ പ്രതീക്ഷ. മീഡിയ 1 കൊല്ലം.